So hello guys, myself Dr. Tabshir and welcome to a new video. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 8 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് 2024 നീറ്റ് ഫിസിക്സ് പേപ്പറും കെമിസ്ട്രി പേപ്പറും പ്രെഡിക്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല ബയോളജിക്കും ഇതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യുമെന്നുള്ളത് അന്ന് മുതലേ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു. ആക്ച്വലി ബയോളജിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്കിപ്പോൾ കുറച്ചൊരു ഹെക്റ്റിക് ഡ്യൂട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫ്രീ ആവാൻ തന്നെ രാത്രി 9:30 ആവും, പിന്നെ നേരെ വന്ന് കിടന്നുറങ്ങാറാണ്. അപ്പോൾ ബയോളജിക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 8 വർഷത്തെ ബയോളജി നീറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 750 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ ഞാൻ ചെയ്യേണ്ടെന്നുള്ളൊരു മൈൻഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നീറ്റ് അടുക്കുന്തോറും എനിക്ക് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന മെസ്സേജസ് വീണ്ടും കൂടി തുടങ്ങി. സാറേ, ഫിസിക്സിനേക്കാളും കെമിസ്ട്രിനേക്കാളും ഓൾമോസ്റ്റ് ഡബിൾ വെയിറ്റേജ് വരുന്ന സബ്ജക്റ്റാണ് ബയോളജി. അപ്പോൾ ബയോളജിക്ക് എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അബാനെ വിളിച്ചു. അബാനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ കഴിഞ്ഞ കെമിസ്ട്രി പ്രഡിക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ 67th ബാച്ചിൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ അബാനെ വിളിച്ച് പറഞ്ഞു, സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമുക്ക് ചെയ്താലോ എന്ന്. അപ്പോൾ പറഞ്ഞു, അയക്കാം, നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാനും അബാനും കൂടി ഉണ്ടാക്കിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നിങ്ങളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യലാണ് നമ്മൾ അന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം. സോ വിത്തൗട്ട് എനി ഫെർദർ ഡിലേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്ടർ തബ്ഷീർ ടിപ്സ് എന്ന് പറഞ്ഞ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഫിസിക്സ് വീഡിയോൻ്റെ മുമ്പും കെമിസ്ട്രി വീഡിയോന് മുമ്പും ഞാൻ നിങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇൻ കേസ് നിങ്ങളിവിടെ പുതിയ ആൾക്കാരാണെങ്കിൽ ഞാനതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററോ പർട്ടിക്കുലർ ടോപ്പിക്കോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്? നിങ്ങൾ റിവിഷൻ ചെയ്യുന്നവരാണെങ്കിൽ റിവിഷൻ ചെയ്യുമ്പം ഏതൊക്കെ ടോപ്പിക്സിന് നമ്മൾ സ്പെഷ്യൽ എംഫസിസ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു +2 കഴിഞ്ഞിട്ട് ക്രാഷ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഞാൻ ഏത് ടോപ്പിക്കാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്, ഹയസ്റ്റ് പ്രയോറിറ്റി ഞാൻ ഏത് ടോപ്പിക്കിന് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എല്ലാ വർഷവും എല്ലാ ചാപ്റ്ററിനും അറ്റ്ലീസ്റ്റ് അവർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ചാപ്റ്ററും വിടാൻ പോകുന്നില്ല. ബട്ട് ഏതൊക്കെ ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഈ വീഡിയോ വഴി തീരുമാനിക്കും. ഓക്കെ അല്ലേ? ശരി, ഇനി 80-20 റൂൾ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് ഏതൊരു എക്സാമിനാണെങ്കിലും 80% ചോദ്യങ്ങളും 20% ടോപ്പിക് എന്നായിരിക്കും. സോ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ആ 80% ചോദ്യങ്ങൾ ചോദിക്കുന്ന 20% ടോപ്പിക്സ് ഏതാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബയോളജിയിലെ ആ 20% ടോപ്പിക് ഏതാണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ദ ഇന്നവിറ്റബിൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ലേ. എന്തായിരുന്നു ഇന്നവിറ്റബിൾസ്? ഇന്നവിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബയോളജിയിലെ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ടോപ്പിക്സ് ഏതാണെന്ന് നോക്കാം. ഒന്ന്, ഫേസ് ഓഫ് സെൽ സൈക്കിൾ, അതായത് മൈറ്റോസിസും മിയോസിസും എസ്പെഷ്യലി പാക്റ്റിൻ, ഡിപ്ലോട്ടിൻ, സൈഗോട്ടിൻ, ആ ഒരു ഏരിയ എല്ലാ പേപ്പറിലും കാണുന്നുണ്ട്. രണ്ടാമത്തത് ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ. ഗ്ലൈക്കോളിസും ക്രബ് സൈക്കിളും അതിൻ്റെ സ്റ്റെപ്സും എസ്പെഷ്യലി ഇതിൻ്റെ എനർജറ്റിക്സും എന്ന് വെച്ചാൽ ഗ്ലൈക്കോളിസിൽ നിങ്ങൾക്ക് എത്ര ATP കിട്ടും, ക്രബ് സൈക്കിളിന് എത്ര ATP കിട്ടും, ആ ഒരു ടോപ്പിക്ക്. മൂന്നാമത്തത് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ. പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ നിങ്ങൾക്കറിയാം, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ടോപ്പിക്കാണ്. അതിലെ കമൻസാലിസം, അമൻസാലിസം ഇതും ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ആണ്. അടുത്തത് സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ്. സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ടോപ്പിക്കാണ്. അതിൽ എല്ലാ പേപ്പറിലും ഐദർ സ്പെർമാറ്റോജെനിസിസ് ഓർ ഊജെനിസിസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അടുത്തത് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ടോപ്പിക്കാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നിങ്ങൾക്കറിയാം വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് വെച്ച് നോക്കുമ്പം അതിൽ നിന്ന് ചോദിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാടാണ്. എന്ന് വെച്ചാൽ ആ ഒരു ചെറിയ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവിടെ നിന്ന് റിപ്പീറ്റ് ആവുന്ന ക്വസ്റ്റ്യൻ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ്. അടുത്തത് ജെനറ്റിക്സിലെ ടോപ്പിക്കാണ് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഞാൻ ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് അനാലിസിസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ മോളിക്കുലർ ബേസിസ് ആണെന്നുള്ളത്. ആ മോളിക്കുലർ ബേസിസിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളത് റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും പറ്റിയുള്ള ചോദ്യമാണ്. ആൻഡ് ഫൈനലി തിയറീസ് ഓഫ് എവല്യൂഷൻ. തിയറീസ് അല്ലെങ്കിൽ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, എസ്പെഷ്യലി ഡൈവർജൻറ്റ് എവല്യൂഷൻ, കൺവെർജൻറ്റ് എവല്യൂഷൻ, ഹോമോലോഗസ് ഓർഗൻസ് എന്താണ്, അനലോഗസ് ഓർഗൻസ് എന്താണ്, ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ നമ്മൾക്കിവിടെ മൊത്തം 7 ടോപ്പിക്സ് ഉണ്ട്. ആൻഡ് ഈ 7 ടോപ്പിക്സ് എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫിസിക്സിലും കെമിസ്ട്രിയിലും പറഞ്ഞ പോലെ തന്നെ ഈ 7 ടോപ്പിക് പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോകണ്ട. കാരണം സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് ഈ 7 ക്വസ്റ്റ്യൻസും എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ക്ലിയർ അല്ലേ? സോ ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് അനാലിസിസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഫിസിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കെമിസ്ട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഒന്ന് ഓർഗാനിക് കെമിസ്ട്രി നെയിമിങ്ങും രണ്ടാമത്തത് കെമിക്കൽ ബോണ്ടിങ്ങുമാണ്. അതുപോലെ ഇഫ് സംബഡി ആസ്ക് മീ വിച്ച് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ബയോളജി, വിത്തൗട്ട് എനി ഡൗട്ട് ഐ വുഡ് സേ ദാറ്റ് ഈസ് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. കാരണം മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ശരിക്കും ഷോക്കിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ ഞാൻ ഇവിടെ ഒറ്റൊരു നമ്പർ മാത്രം വേറെ കളർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2021 വർഷത്തിലെ മോളിക്കുലർ ബേസിസ് മാത്രം ചോദിച്ചത് 10 ക്വസ്റ്റ്യൻസ് ആണ്.
ആ വർഷം മാത്രമല്ല ഓരോ വർഷം നോക്കുകയാണെങ്കിലും മോളിക്കുലർ ബേസിസിൻ്റെ ആവറേജ് കഴിഞ്ഞ 8 വർഷങ്ങളിൽ 6.6 ആണ്. അത് കഴിഞ്ഞ 3 വർഷം മാത്രം നോക്കുകയാണെങ്കിൽ ഇത് 8.3 ആണ്. ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ചെയ്തും പറഞ്ഞിരുന്നു ലാസ്റ്റ് 3 ഇയറിലെ ഡാറ്റയ്ക്ക് നമ്മൾ സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് 3 ഇയറിൽ ദർ ഇസ് എ ചേഞ്ച് ഓഫ് പാറ്റേൺ. സോ ഒരു വർഷം ഒറ്റ ചാപ്റ്ററിന് 8.3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്ററാണ് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. സോ അൺഡൗട്ടഡ്ലി ദാറ്റ്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫോർ യു. ഇനി അതല്ലാണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ്. അപ്പോൾ അത് ഒന്ന് മോളിക്കുലർ ബേസിസ്, രണ്ടാമത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ ആവറേജ് അറൌണ്ട് 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ജെനറ്റിക്സിലെ ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറൌണ്ട് 12 ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വേറൊരു ചാപ്റ്ററാണ് സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻ. സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻ്റെ ആവറേജ് അറൌണ്ട് 5 ആണ്. ലാസ്റ്റ് 8 വർഷം നോക്കുകയാണെങ്കിൽ ഇത് 3.5 ആയിരുന്നു. കഴിഞ്ഞ 3 വർഷം മാത്രമാണെങ്കിൽ ഇത് 5 ഉയർന്നു. സോ സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷനാണ് നമ്മൾ തേർഡ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഫേസസ് ഓഫ് സെൽ സൈക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫോർത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഈസ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസിൻ്റെ 8 വർഷത്തെ ആവറേജ് 3.9 ആയിരുന്നു. അത് കഴിഞ്ഞ 3 വർഷം മാത്രം നോക്കുകയാണെങ്കിൽ 6 ആണ്. സോ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 4 ചാപ്റ്റേഴ്സ് ഇൻ എൻറ്റയർ ബയോളജി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനറ്റിക്സിലെ 2 ചാപ്റ്ററും സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷനും ബയോടെക്നോളജി പ്രിൻസിപ്പിൾസുമാണ്. ഓക്കെ, ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് അറൌണ്ട് 22 ക്വസ്റ്റ്യൻസ് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഈ 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് സുവോളജി വെച്ച് തുടങ്ങാം നമുക്ക്. സുവോളജിയിൽ ആനിമൽ കിങ്ഡം അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാരണം ആനിമൽ കിങ്ഡത്തിൻ്റെ ആവറേജ് വരുന്നത് അറൌണ്ട് 3.7 ആണ്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആനിമൽ കിങ്ഡത്തിൻ്റെ ആവറേജ് 3.7 വരുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസിൻ്റെ ആവറേജും അറൌണ്ട് 3.7 ആണ്. സോ ഫസ്റ്റ് ഇയർ സുവോളജിയിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 ചാപ്റ്റർ, ഒന്ന് ആനിമൽ കിങ്ഡവും ഒന്ന് ബയോമോളിക്യൂൾസുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂമൻ ഫിസിയോളജിയിലോട്ട് വരാം. ഹ്യൂമൻ ഫിസിയോളജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജിയുടെ ഒരുവിധം എല്ലാ വർഷങ്ങളുടെയും ആവറേജ് അറൌണ്ട് 2 ആണ്. ഓക്കെ, ഒരുവിധം അതായത് അതിൽ ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത് 2 ക്വസ്റ്റ്യൻ വീതമാണ്. ഇനി അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചോദിക്കുന്നത് നിങ്ങൾ ഒരു ചാപ്റ്റർ എന്നോട് പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് പിക്ക് ലോക്കോമോഷൻ. അത് ലോക്കോമോഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കലി അവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. അത് 2.3 ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഹ്യൂമൻ ഫിസിയോളജിയിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻ വീതം വരാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒറ്റ ചാപ്റ്റർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സെലക്ട് ലോക്കോമോഷൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ഇയർ സുവോളജിയിലോട്ട് വരാം. സെക്കൻഡ് ഇയർ സുവോളജിയിലോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം നമുക്ക് ഇന്നവിറ്റബിൾസിൽ തന്നെ സെക്കൻഡ് ഇയർ സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, സ്പെർമാറ്റോജെനിസിസും oogenesis. അതേപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെയും ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ 2 ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ 2 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ആവറേജ് വരുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ആവറേജ് 3ഉം റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ആവറേജ് 2.3ഉമാണ്. 2.3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അതൊരു ചെറിയ നമ്പറാണ്. പക്ഷേ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആകെ 4-5 പേജുള്ളൊരു ചാപ്റ്ററാണ്. ആ 4 പേജിൽ നിന്നാണ് നിങ്ങൾക്ക് 2.3 ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. സോ ആ 2 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെയും മോളിക്കുലർ ബേസിസിൻ്റെയും കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് പറയേണ്ട. ആ 2 ചാപ്റ്ററിനും കൂടി നമുക്ക് ഓൾമോസ്റ്റ് 12 ക്വസ്റ്റ്യൻസ് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എന്നാലും ആ ചാപ്റ്ററിൻ്റെ ആവറേജ് അറൌണ്ട് 2.3 ആണെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ 8 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ നോക്കുകയാണെങ്കിൽ അത് 2.8 ആയിരുന്നു. കഴിഞ്ഞ 3 വർഷത്തെ മാത്രം നോക്കുകയാണെങ്കിൽ അത് 2.3 മാറി. സോ ഇനി ബോട്ടണിയിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ചില ചാപ്റ്റേഴ്സ് ഞാൻ ഇവിടെ ഡിം ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻ ഒക്കെ. അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇത് അപ്ഡേറ്റഡ് സിലബസ് പ്രകാരം ഇതെല്ലാം ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ബോട്ടണിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2 ചാപ്റ്റേഴ്സ്, ഒന്ന് സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷനും ഒന്ന് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഈ 3 ചാപ്റ്റേഴ്സ്: പ്ലാന്റ് കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതിൻ്റെ ആവറേജസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ആവറേജ് 4, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ആവറേജ് 3.3 ആൻഡ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ആവറേജ് 3.7 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ചാപ്റ്ററിനും കൂടി നിങ്ങൾക്ക് അറൌണ്ട് 11 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഈ 3 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പല രീതിയിൽ എക്സാമ്പിൾസ് ആയിട്ടും ഈ 3 ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? നമ്മൾ വീണ്ടും പ്ലാന്റ് ഫിസിയോളജിയിലെത്തി. അപ്പോൾ ആനിമൽ ഫിസിയോളജിയിൽ ഞാൻ പറഞ്ഞു എല്ലാ ചാപ്റ്ററിനും അറൌണ്ട് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലോക്കോമോഷൻ ആണെന്നുള്ളത്. അതുപോലെ തന്നെ പ്ലാന്റ് ഫിസിയോളജിയിൽ 2 ചാപ്റ്റേഴ്സ് പോയി, ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സും മിനറൽ ന്യൂട്രീഷനും പോയി. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് അറൌണ്ട് 2 ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും അവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ ഫോട്ടോസിന്തസിസിനാണ്. ഫോട്ടോസിന്തസിസ് എന്നുള്ള ചില ടോപ്പിക്സ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ആവുന്നുണ്ട്. ആൻഡ് ആവറേജ് ഓഫ് ഫോട്ടോസിന്തസിസ് അറൌണ്ട് 2.7.
ഓക്കെ അല്ലേ? അതാണ് ഏകദേശം ഫസ്റ്റ് ഇയർ ബോട്ടണിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് ഇയർ ബോട്ടണിയിലോട്ട് പോവുകയാണെങ്കിൽ സെക്കൻഡ് ഇയർ ബോട്ടണിയിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫാറിൻ പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിന് കഴിഞ്ഞ 8 വർഷത്തെ ആവറേജ് നോക്കുകയാണെങ്കിൽ അവിടെ 3.6 ക്വസ്റ്റൻസ് ചോദിക്കുമായിരുന്നു. അത് ലാസ്റ്റ് 3 വർഷമാണെങ്കിൽ 2.3 ആയി. പക്ഷേ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്നുള്ള ചാപ്റ്റർ ഡിലീറ്റഡ് ആയതുകൊണ്ട് തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫാറിൻ പ്ലാന്റ്സിന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസിന്റെ നമ്പർ കൂടുതലാണ്. സോ ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബയോടെക്നോളജി ആപ്ലിക്കേഷൻ്റെ ആവറേജ് 2.7 ആണ്. ആൻഡ് സെക്കൻഡ് ഇയർ ബോട്ടണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്ന ചാപ്റ്റർ ആണ് ഇത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ്റെ ആവറേജ് വരുന്നത് അറൌണ്ട് 4 ആണ്. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്നോവേറ്റബിൾസിൽ ഒരു ടോപ്പിക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആയിരുന്നു. ഏതായിരുന്നത്? പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ. സോ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ഓൾമോസ്റ്റ് എല്ലാ പേപ്പറിലുണ്ട്. അതല്ലാണ്ട് തന്നെ ഓർഗാനിസം പോപ്പുലേഷന് പല രീതിയിലുള്ള ക്വസ്റ്റൻസ് കാണാറുണ്ട്. സോ ആ ഫ്രീക്വൻ്റ് റിപ്പീറ്റഡ് ആവുന്ന ക്വസ്റ്റൻസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നീറ്റ് എടുക്കാറായി. അപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലെങ്തിയർ വീഡിയോയിലൊന്നും കളയാൻ നിങ്ങൾക്ക് ഒരുപാട് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. ഹോപ്പ് ഇറ്റ്സ് ഫൈൻ ഫോർ യു. സോ നമ്മൾ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസും പ്രയോറിറ്റി എല്ലാം പറഞ്ഞു. ഇന്നോവേറ്റബിൾസ് നമ്മൾ പറഞ്ഞു. ഇന്നോവേറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷം ചോദിക്കുന്ന ടോപ്പിക്സ്. അതല്ലാണ്ട് നമ്മൾ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും ഹൈ ഈൽഡ് ടോപ്പിക്സും പറയാറുണ്ട്. ഹൈ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷം ചോദിക്കുന്നില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ പേപ്പേഴ്സിൽ ഈ ടോപ്പിക്സും കാണാറുണ്ട്. ബയോളജിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ഈൽഡ് ടോപ്പിക്സിൻ്റെ നമ്പർ കൂടുതലാണ്. കാരണം ബയോളജിയിൽ നമുക്ക് ടോട്ടൽ 90 ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഗിബർലിൻസ്. ഗിബർലിൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഹോർമോൺ ഞാനൊരു 4 തവണ മിനിമം കണ്ടു. സോ ഗിബർലിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിലെ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ക്രോസിംഗ് വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ്. അടുത്തത് ലാക്കോപ്രോൺ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ക്വസ്റ്റൻ ആണ്. മോളിക്കുലർ ബേസിലെ ഇൻഹെറിറ്റൻസിൻ്റെ നമുക്കറിയാം ആവറേജ് അറൗണ്ട് 8 ആണ് ഒരു വർഷം. അപ്പോൾ അതിൽ നിന്ന് എന്തും ചോദിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒബ്വിയസ്ലി റിപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ആണ്. പക്ഷെ അതല്ലാണ്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് ലാക്കോപ്രോൺ. അടുത്തത് ഇത് രണ്ടും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലെ ടോപ്പിക്കാണ്. ഒന്ന് ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും ഓട്ടോ ഇമ്മ്യൂണിറ്റിയും, അങ്ങനെ പല രീതിയിൽ ഇമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാണ്ട് ട്രാൻസ്മിഷൻ ആൻഡ് കോസേറ്റീവ് ഓർഗാനിസം ഓഫ് ഡിഫറെൻറ്റ് ഡിസീസസ്. അതിൽ കോമൺ ഡിസീസ് ഇൻ ഹ്യൂമൻസ് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അത് ഏതൊക്കെ വെക്ടേഴ്സ് ആണ് കൊണ്ടുപോകുക, അതുണ്ടാക്കുന്ന പാത്തജൻ ഏതാണെന്നുള്ള ക്വസ്റ്റൻസ് ഒക്കെ പല വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സ്ട്രക്ചറൽ ഓർഗനൈസേഷനിലെ ആനിമൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. എന്ന് വെച്ചാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, എസ്പെഷ്യലി കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഒരുപാട് ക്വസ്റ്റൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തത് പോളിമറൈസ് ചെയിൻ റിയാക്ഷനും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും. ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ്റെയും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റൻസ് കാണാറുണ്ട്. അടുത്തത് ഗ്രോത്ത് കർവും എക്കോളജിക്കൽ പിരമിഡും. എക്കോസിസ്റ്റത്തിലെയും ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലെയും ടോപ്പിക്കാണ്. അതും ഫ്രീക്വൻ്റ് റിപ്പീറ്റഡ് ആണ്. അടുത്തത് ഞാൻ പറഞ്ഞു മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും പ്ലാന്റ് കിങ്ഡം. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി നമുക്ക് ആവറേജ് പ്രതീക്ഷിക്കാവുന്ന 11 ക്വസ്റ്റൻസ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമ്പിൾസ് ആണ് ചോദിക്കാറ്. സോ അതിൽ പല രീതിയിലുള്ള മോണോകോട്ട്സ്, ഡൈക്കോട്ട്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം. എസ്പെഷ്യലി മോർഫോളജിയിൽ അവസാനത്തോട്ട് വരുമ്പം കുറച്ച് ഫാമിലീസിനെ പറ്റി പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം, കാരണം അത് റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് ജനറ്റിക്കലി നമ്മളെ ബയോടെക്നോളജി ആപ്ലിക്കേഷനിലെ ടോപ്പിക്ക്. ഒന്ന് BT കോട്ടണും അതുപോലെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനും, നമ്മൾ എക്സോജീനസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻസുലിനും BT കോട്ടനെയും കുറിച്ചുള്ള ക്വസ്റ്റൻസ്. അടുത്തത് ടൈപ്സ് ഓഫ് ക്രോമോസോംസ്. ദിസ് ഇസ് അഗെയിൻ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ സ്റ്റാർ ഇടുന്ന ടോപ്പിക്സ് ആണ് ഈ പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് ക്രോമോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക്, ടീലോസെൻട്രിക് എന്നെല്ലാം പറഞ്ഞ ക്രോമോസോംസ് ഉണ്ട്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റൻസും സ്ഥിരമായിട്ട് കാണാറുണ്ട്. അടുത്തത് ഫോട്ടോസിന്തസിസിലെ ടോപ്പിക്കാണ്. C3C4 പാത്ത്, റുബിസ്കോ എൻസൈമും. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റൻസും ഫ്രീക്വൻ്റ് റിപ്പീറ്റഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പേജിൽ പറഞ്ഞ ഹൈ ഈൽഡ് ടോപ്പിക്സ് ആയിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് ഏകദേശം ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്നോവേറ്റബിൾസ് ആണ് എന്തായാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്തത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്സാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ നിങ്ങൾ ഇതൊന്നും ബാക്കി ടോപ്പിക്സ് ഒഴിവാക്കാനല്ല, അതിനാണ് ഞാൻ തുടക്കത്തിലേ ആ കാര്യം പറഞ്ഞത്. ബട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതിനാണ്. ഇതിൽ ഏതെങ്കിലും ടോപ്പിക് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അത് അലാമിംഗ് ആണ്, അതൊരു റെഡ് ഫ്ലാഗ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണ്, നിങ്ങൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ +2 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഈ ടോപ്പിക്സ് ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി പ്ലാൻ കിങ്ഡത്തിലെയും ആനിമൽ കിങ്ഡത്തിലെയും എക്സാമ്പിൾസ് പല രീതിയിൽ ചോദിക്കാറുണ്ട്. പ്ലാൻ കിങ്ഡത്തിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ആനിമൽ കിങ്ഡത്തിലെയും ഇപ്പോൾ എക്സാമ്പിൾ റേഡിയലി സിമെട്രിക്കൽ ഏതാണ്, ബൈലാറ്ററലി സിമെട്രിക്കൽ ഏതാണ്, വാം ബ്ലഡഡ് ഏതാണ്, കോൾഡ് ബ്ലഡഡ് ഏതാണ്, അങ്ങനെ അതിലെ എക്സാമ്പിൾസ് ആണ് പല രീതിയിൽ ചോദിക്കാറുള്ളത്. അടുത്ത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ഇത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലെ ടോപ്പിക്കാണ്. അതിൽ തന്നെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ്. അടുത്തത് ജെൽ ഇലക്ട്രോഫോറസിസ് ബയോടെക്നോളജിയുടെ ടോപ്പിക്കാണ്. ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അടുത്തത് മെൻഡേലിയൻ ക്രോമോസോമൽ ഡിസോർഡേഴ്സ്. അത് നിങ്ങൾക്കറിയാം. എക്സാമ്പിൾ തലേസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഇതെല്ലാം വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് കാണാറുണ്ട്. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, ഇതെല്ലാം വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അടുത്തത് സെക്കൻഡറി സൈലം, അതായത് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നിങ്ങൾക്ക്
പർട്ടിക്കുലർലി പിൻ പോയിന്റ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് സെക്കൻഡറി സൈലം. ഒരുപാട് ക്വസ്റ്റൻസ് ആയിരുന്നു വരാറുണ്ട് എക്സാമ്പിൾസും കാര്യങ്ങളായിട്ട്. പക്ഷേ സെക്കൻഡറി സൈലം വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഞാൻ ഓൾമോസ്റ്റ് 3 times റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു. ഓക്കെ, അടുത്തത് പാക്കേജിംഗ് ഓഫ് DNA. പാക്കേജിംഗ് ഓഫ് DNA അഗെയിൻ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ ടോപ്പിക്കാണ്, ഹിസ്റ്റോൺസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സയൻറ്റിസ്റ്റ് ഇൻ ജെനറ്റിക്സ്. അതൊരു 3-4 പേപ്പറിൽ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തത്. സയൻറ്റിസ്റ്റിൻ്റെ പേര് ഏതൊക്കെ, വാട്സണും ക്രിക്കും, അതുപോലെ തന്നെ അതിൽ ഒരുപാട് സയൻറ്റിസ്റ്റിൻ്റെ പേര് പറയുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഓപ്പിയോയിഡ്സ് ആൻഡ് അതർ ഡ്രഗ്സ്. ഇത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൻ്റെ ടോപ്പിക്കാണ്. ഓപ്പിയോയിഡ്സ്, കൊഡീൻസ്, മോർഫിൻ അങ്ങനത്തെ ഡ്രഗ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റൻസ്. ആൻഡ് ഫൈനലി അനാട്ടമി ആൻഡ് മോർഫോളജി. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അനാട്ടമി ആൻഡ് മോർഫോളജിയിലെ എക്സാമ്പിൾസ്, മോണോകോട്സ്, ഡൈക്കോട്സ്, സ്റ്റെം മോഡിഫിക്കേഷൻസ്, റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും മോഡിഫിക്കേഷൻ, എസ്പെഷ്യലി സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. സോ ഞാൻ വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, ഞാൻ ഈ മൊത്തം അനാലിസിസ് കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾ ഈ വീഡിയോയിൽ സ്പെൻഡ് ചെയ്യരുത്, ബട്ട് എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആവണം. സോ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതാണെന്ന് പറഞ്ഞു, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് പറഞ്ഞു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നമുക്ക് ഏതൊക്കെയായിരുന്നു? ജെനറ്റിക്സിലെ 2 ചാപ്റ്റേഴ്സ്, സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻ ആൻഡ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ 4 ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 22 ക്വസ്റ്റൻസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ മൊത്തം നീറ്റിന് ബയോളജിയിൽ നിന്ന് ചോദിക്കാൻ പോകുന്നതിൻ്റെ 1/4 ക്വസ്റ്റൻസ് 4 ചാപ്റ്ററിൽ നിന്ന് മാത്രം കിട്ടും. ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. സോ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളോട് അറിയിക്കാണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡോക്ടർ തബ്ഷീർ ടിപ്സ് എന്ന് പറഞ്ഞൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ പേജ് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കണ്ടൻറ്റും വീഡിയോസും റീൽസും, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ 1-2 റീൽസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഒരുപാട് റീൽസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ സ്കാനർ വെച്ചിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് ആ പേജ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഡോക്ടർ തബ്ഷീർ ടിപ്സ് എന്ന് പറഞ്ഞ പേജ് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. ആൻഡ് വിത്ത് ദാറ്റ് വി കം ടു എൻ എൻഡ്. സോ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി 3 പേപ്പറും സ്റ്റാറ്റിസ്റ്റിക്കലി എങ്ങനെയായിരിക്കും, ഇതുവരെ കഴിഞ്ഞ 8 വർഷത്തെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ നീറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും, നിങ്ങൾ കോളേജ് സെലക്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മാത്രമല്ല ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഫുള്ളൊരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലാണ് അല്ലേ. നമുക്ക് എൻട്രൻസ് മാർക്കും കിട്ടാനാണ്. അതിന് ഡെഫിനറ്റ്ലി അതിലൊരു തെറ്റുമില്ല. നമുക്ക് എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഇതിന് വേറൊരു വേർഷൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാൻ, ഇതെല്ലാം പ്യുവർ സയൻസ് ആണ്. ഇതിന് ഒരു ബ്യൂട്ടിഫുൾ സൈഡ് വേറെ ഉണ്ട്. അതായത് ഇത് എന്തിനുകൊണ്ട് നമ്മൾ പഠിക്കുന്നു, ഈ ഒരു കണ്ടുപിടുത്തങ്ങളും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഈ ഒരു കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഹ്യൂമാനിറ്റി എവിടെ നിന്ന് എവിടെ എത്തി. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അത് ഡിസ്കസ് ചെയ്യേണ്ട ടൈം ഇതല്ല, കാരണം നമുക്ക് 1 മാസം കഴിഞ്ഞാൽ നീറ്റാണ്. പക്ഷേ നീറ്റ് കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. സോ അങ്ങനത്തെ വീഡിയോസും വരുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.